ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ്. CBSE സിലബസിൽ അധിഷ്ഠിതമായ പഠനരീതികൾ. വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് pre-KG, LKG ക്ലാസ് മുതൽ 12 വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു. ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അഫിലിയേറ്റഡ് ടു CBSE ന്യൂഡൽഹി, വണ്ടൂർ. മമ്പാട് പുള്ളിപ്പാടത്ത് ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി റിമാൻഡിൽ. ഇന്ന് ഉച്ചയ്ക്ക് തെളിവെടുപ്പിന് ശേഷം നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്ത് മഞ്ചേരി സബ് ജയിലിലേക്ക് അയച്ചു. ഭാര്യയെ വെട്ടാൻ ഉപയോഗിച്ചെന്ന് പ്രതി പറഞ്ഞ കത്തി തെളിവെടുപ്പിനിടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം കത്തിയിൽ രക്തത്തിന്റെ അംശം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഭാര്യയെ ക്രൂരമായി ഭിത്തിയിൽ തലയിടിപ്പിച്ചാണ് കൊലപാതകം നടത്തിയതെന്നാണ് നിഗമനം. എന്നാൽ കത്തികൊണ്ട് വെട്ടിയാണ് കൊലപ്പെടുത്തിയതെന്നാണ് പ്രതി പോലീസിനോട് ആവർത്തിച്ചു പറഞ്ഞത്. ഇത് അന്വേഷണം വഴിതെറ്റിക്കാനാണോ എന്നും സംശയമുണ്ട്. ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. ഞായറാഴ്ച വൈകുന്നേരമാണ് പുള്ളിപ്പാടത്ത് വാടകയ്ക്ക് താമസിക്കുന്ന പുള്ളിപ്പാടം കറുകമണ്ണ സ്വദേശിനി നിഷമോൾ ക്രൂരമായി കൊല്ലപ്പെട്ടിരുന്നത്. കൊലപാതക ശേഷം പ്രതിയും നിഷമോളുടെ ഭർത്താവുമായ ചുങ്കത്ര ചെറുപള്ളിപ്പാറ ഷാജിയെ പോലീസ് പിടികൂടിയിരുന്നു. ഇന്നാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഇവർ താമസിച്ചിരുന്ന പുള്ളിപ്പാടത്തെ വാടക വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചത്. പോലീസ് ജീപ്പിൽ നിന്നും ഇറക്കിയതോടെ പ്രതി അലറിക്കരഞ്ഞു. നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഏറെ പാടുപെട്ടാണ് പ്രതിയെ വീടിനുള്ളിലേക്ക് കയറ്റിയത്. വീടിനുള്ളിൽ നിന്നും അലറിക്കറിഞ്ഞ പ്രതിയെ പോലീസ് ശാന്തനാക്കിയതോടെ നടന്ന സംഭവങ്ങൾ പോലീസിന് മുന്നിൽ വിവരിച്ചു. അടുക്കളയിൽ നിൽക്കുകയായിരുന്ന ഭാര്യ നിഷാമോളെ കത്തികൊണ്ട് പിറകിൽ നിന്ന് 4 തവണ വെട്ടിയെന്നാണ് മൊഴി നൽകിയത്. എന്നാൽ വെട്ടിയെന്ന് പറയുന്ന കത്തിയിൽ രക്തക്കറ ഇല്ലെന്നാണ് പോലീസ് പറയുന്നത്. വീടിന്റെ ചുമരിൽ രക്തക്കറ കണ്ടെത്തിയിട്ടുമുണ്ട്. കത്തികൊണ്ട് വെട്ടിയാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതി പറയുന്നുണ്ടെങ്കിലും ഇത് വിശ്വാസത്തിലെടുക്കാതിരിക്കാനുള്ള കാരണം ഇതാണ്. ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഭാര്യയോടുള്ള സംശയവുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നിലമ്പൂർ എടക്കര പോലീസ് സ്റ്റേഷനുകളിൽ പരാതികളുണ്ട്. എന്നാൽ പ്രതിക്കെതിരെ മറ്റു കേസുകളൊന്നുമില്ലെന്നും പോലീസ് പറയുന്നു. ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ IPSന്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ AN ഷാജുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഇൻസ്പെക്ടർ AN ഷാജു, SIമാരായ തോമസ് കുട്ടി, ഗിരീഷ്, CPOമാരായ രഞ്ജിത്ത്, ഉജീഷ്, ഷാൻജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. മലപ്പുറത്ത് നിന്ന് വിരലടയാള വിദഗ്ധരും സയന്റിഫിക് ഓഫീസർ P ശ്രീകുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കോടതി റിമാൻഡ് ചെയ്ത പ്രതിയെ കൂടുതൽ അന്വേഷണത്തിനായി അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. നിഷയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ചുങ്കത്രയിലെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് സെമിത്തേരിയിൽ സംസ്കരിച്ചു. ഈസ്റ്റ് ലൈവ്, മമ്പാട്. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. Arrivals Men Apparels near Town Square, Vandoor.